വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബേബി ആൻഡ് ജിനി. അവരുടെ 18ാമത്തെ വിവാഹ വാർഷികമാണ്. നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ഈ ഇന്നത്തെ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ഫാമിലിക്കായി പ്രാർത്ഥിക്കുന്നു. 18ാമത്തെ വിവാഹ വാർഷികം ആഘോഷിക്കുമ്പോൾ ആ കുടുംബത്തെ കർത്താവെ ഈ സൽപ്രവൃത്തി നിമിത്തം വലിയ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ വലിയ സമാധാനത്താൽ ദൈവം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും സൽസ്വഭാവങ്ങളാൽ അങ്ങ് നിറച്ച് അനുഗ്രഹിക്കുമാറാകണമേ. ജിബിൻ ഫ്രാൻസിസിനായി പ്രാർത്ഥിക്കുന്നു. ഉയർന്ന ജോലി കർത്താവെ അങ്ങ് നൽകുമാറാകണമേ. ആന്റണി ജിബിനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ സ്റ്റഡീസിനെ കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവെ ജിനിക്കായി പ്രാർത്ഥിക്കുന്ന തൻ്റെ ആരോഗ്യത്തിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ, എന്തെല്ലാം അവർ ഹൃദയത്തിൽ നൊമ്പരങ്ങളോടെ പ്രാർത്ഥിക്കുന്നു, അതിൻ്റെ മേൽ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഒരു മറുപടി ഉണ്ടാകട്ടെ. വലിയൊരു വിടുതൽ യേശുവിൻ്റെ നാമത്തിൽ അവർ അനുഭവിക്കട്ടെ. അവരങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 259ാമത്തെ എപ്പിസോഡാണ്. നാളെ 260. എന്നാൽ അതിനേക്കാൾ വലിയ സവിശേഷത, നാളെ ജനുവരി 17 നമ്മുടെ ആനിവേഴ്സറി എപ്പിസോഡ് നടക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ബ്ലെസ്സിംഗ് ടുഡേ എന്ന പേരിൽ ഈ TV പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് നാളെ 1 വർഷം തികയാണ്. സോ ടുമോറോ യു വിൽ ബി വാച്ചിങ് എ സ്പെഷ്യൽ ആനിവേഴ്സറി സെലിബ്രേഷൻ എപ്പിസോഡ്. അതുകൊണ്ട് നാളത്തെ പ്രോഗ്രാം മിസ് ചെയ്യരുത്. ഇന്ന് കഴിഞ്ഞ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ഫോളോ മീ, എന്നെ അനുഗമിക്കുക എന്ന യേശുവിൻ്റെ ശക്തിയേറിയ ആഹ്വാനത്തിൻ്റെ അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സന്ദേശത്തിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. തുടർന്ന് ആ മെസ്സേജ് വാച്ച് ചെയ്ത ശേഷം നമുക്ക് മിറക്കിൾസ് ടുഡേയും കണ്ട ശേഷം ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. Revelations 14 and verse number 4. വെളിപ്പാട് 14:4. They follow the Lamb wherever he goes. They were purchased from among men and offered as first fruits to God and the Lamb. അവർ കന്യകമാരാകയാൽ സ്ത്രീകളുമായി മാലിന്യപ്പെടാത്തവർ ആയിരുന്നു. അടുത്തത്, കുഞ്ഞാട് പോകുന്നിടത്തെല്ലാം അവർ അവിടുത്തെ അനുഗമിക്കുന്നു. ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യ ഫലമായി അവരെ ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. The second part says they follow the Lamb wherever he goes. അതിന്റെ രണ്ടാം ഭാഗം പറയുന്നു, കുഞ്ഞാട് പോകുന്നിടത്തെല്ലാം അവർ അവിടുത്തെ അനുഗമിക്കുന്നു. Hallelujah. When you follow a leader, നിങ്ങൾ ഒരു നേതാവിനെ അനുഗമിക്കുമ്പോൾ that leader should know more than you know. നിങ്ങൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ ആ ലീഡർ അറിഞ്ഞിരിക്കണം. The leader should know the way. ലീഡറിന് വഴി അറിയാൻ സാധിക്കണം. The leader should have the big picture. മാത്രമല്ല, ഒരു യഥാർത്ഥമായ ചിത്രം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകണം, ഒരു വലിയ ചിത്രം. Then you can trust him. അപ്പോൾ നിങ്ങൾക്ക് അവനെ ആശ്രയിക്കുവാൻ സാധിക്കും. Then he'll be your guru. അങ്ങനെ അവൻ നിന്റെ ഗുരുവായി മാറും. Jesus said, യേശു പറഞ്ഞു, John chapter 14, യോഹന്നാൻ 14-ാം അധ്യായം verse number 6. 6-ാമത്തെ വചനം, I am the way, ഞാൻ തന്നെ the truth and the life. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. No one comes to the Father except through me. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. Tell your neighbor, Jesus is the only way. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞ്, യേശു ഏക വഴിയാണ്. Tell somebody else, Jesus is the ഒരാളോട് only പറ, way. യേശു ഏക വഴിയാണ്. യേശു ഏക വഴിയാണ്. He knows the Father. അവന് പിതാവിനെ അറിയാം. He knows the Father's house. അവന് പിതാവിന്റെ ഭവനം അറിയാം. And he knows the way. അതിലേക്കുള്ള വഴിയും യേശുവിന് അറിയാം. He himself is the way. അവൻ തന്നെയാണ് ആ വഴി. The way is not a geographical route. ഒരിക്കലും ഭൂമിശാസ്ത്രപരമായ ഒരു വഴിയല്ലത്. Jesus is the way. യേശു എന്ന വ്യക്തി അത് തന്നെയാണ് വഴി. The way is not a route, the way is a person. ആ വഴി എന്നുള്ളത് ഒരു റോഡല്ല, അത് ഒരു വ്യക്തിയാണ്.
And that person is Jesus, the Son of God. അത് ദൈവപുത്രനായ യേശുവാണ്. Hallelujah. ഹല്ലേലൂയ. Matthew chapter 4, മത്തായി സുവിശേഷം 4 verse number 19. 19-ാമത്തെ വചനം. One day, ഒരു ദിവസം Jesus had just begun his ministry. യേശുവിന്റെ ശുശ്രൂഷ ആരംഭിച്ചിട്ടേ ഉള്ളൂ. One day he was walking. അവൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. And he saw some people sitting there. അവിടെ കുറച്ചു പേർ ഇരിക്കുന്നത് അവൻ കണ്ടു. And Jesus went to them. യേശു അവരുടെ അടുക്കിലേക്ക് പോയി. Jesus did not preach to them. യേശു അവരോട് ഒരിക്കലും പ്രസംഗിച്ചില്ല. Jesus looked at them. അവരെ നോക്കി. Jesus said യേശു പറഞ്ഞു, 2 single words. 2 വാക്കുകൾ അവരോട് പറഞ്ഞു. Follow me. എന്നെ അനുഗമിക്കുക. And they started following him. അവരെ യേശുവിനെ അനുഗമിക്കാൻ തുടങ്ങി. He told only 2 words. 2 വാക്കുകളെ പറഞ്ഞുള്ളൂ. Follow me. എന്നെ അനുഗമിക്കുക. They started following. അവർ യേശുവിനെ അനുഗമിക്കാൻ തുടങ്ങി. That is the charisma of Jesus. അതാണ് യേശുവിന്റെ കരിസ്മ. That is the magnetism of Jesus. അതാണ് യേശുവിന്റെ അകാന്തിക ശക്തി. Only 2 words. 2 വാക്കുകൾ. They started following. അവർ യേശുവിനെ അനുഗമിക്കാൻ തുടങ്ങി. Wherever Jesus went, യേശു എവിടെയൊക്കെ പോയോ they went. അവരും കൂടെ പോയി. Let's cross over to the other land. നമുക്ക് അക്കരയ്ക്ക് പോകാം എന്ന് പറയുമ്പോൾ They will go. അവർ കൂടെ പോകും. Jesus said, let's go and raise Lazarus. നമുക്ക് പോയി ലാസറിനെ ഉയർപ്പിക്കാം എന്ന് പറയുമ്പോൾ They will also go. അവരും കൂടെ പോകും. Hello. ഹലോ. 2 words, follow me. 2 വാക്കുകൾ, എന്നെ അനുഗമിക്കുക. Then he gave a promise. ഒരു വാഗ്ദത്തവും അവൻ കൊടുത്തു. If you follow me, നിങ്ങൾ എന്നെ അനുഗമിക്കുകയാണെങ്കിൽ I will make you fishers of men. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. So what is the profession? What is the job of a person who follows Jesus? യേശുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയുടെ തൊഴിൽ എന്താണ്? തവളയെ പിടിക്കാൻ. എന്താ പറഞ്ഞേ? The profession of a person who follows Jesus is to fish men. യേശുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയുടെ തൊഴിൽ എന്നുള്ളത് മനുഷ്യരെ പിടിക്കുക എന്നുള്ളതാണ്. Are you doing that? നിങ്ങളത് ചെയ്യുന്നുണ്ടോ? Do you catch big fish, small fish for Jesus? നിങ്ങൾ ചെറുതും വലുതുമായ മത്സ്യങ്ങളെ യേശുവിന് വേണ്ടി പിടിക്കുന്നുണ്ടോ? Peter, John, Andrew, all of them, they were fishers. പത്രോസ്, യോഹന്നാൻ, അന്ത്രയോസ്, അവർ എല്ലാവരും മുക്കുവന്മാരായിരുന്നു. Fishermen. സാധാരണ മുക്കുവന്മാർ. And Jesus said, യേശു പറഞ്ഞു, I'm changing your profession. ഞാൻ നിങ്ങളുടെ തൊഴിലിനെ ഒന്ന് പതുക്കെ മാറ്റുകയാണ്. You'll still be fishermen, നിങ്ങൾ ഇപ്പോഴും മുക്കുവന്മാരായിരിക്കും. but you will not catch fish anymore. ഇനി മീനെയല്ല നിങ്ങൾ പിടിക്കാൻ പോകുന്നത്, but men. മനുഷ്യരെ പിടിക്കുന്നവർ. For the kingdom. For my kingdom. രാജ്യത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി. People of God, know this thing. ഈ കാര്യം നിങ്ങൾ തിരിച്ചറിയണം. If you're following Jesus, നിങ്ങൾ യേശുവിനെ അനുഗമിക്കുന്നെങ്കിൽ today onwards, ഇന്ന് you will be fishers of men. ഇന്ന് മുതൽ നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. Do you know the job description he has given us? നിങ്ങൾക്ക് നമുക്ക് നൽകിയിരിക്കുന്ന തൊഴിൽ എന്താണെന്ന് അറിയാമോ? How many of you have caught at least one fish in your whole lifetime for Jesus? ഇതുവരെ നിങ്ങൾ ജീവിച്ചതിൽ ഒരു ചെറിയ മീനെങ്കിലും പിടിച്ചിട്ടുള്ളവരെന്ന് കൈപൊക്കിയേ. Lot of great fishermen here.
ഒത്തിരി വലിയ വലിയ മീൻപിടുത്തക്കാർ ഇവിടെ ഉണ്ട്. I prophesy. ഞാൻ പ്രവചിക്കുന്നു, The number of fish that you are going to catch is going to increase and multiply. നിങ്ങൾ പിടിക്കാൻ പോകുന്ന മീനുകളുടെ എണ്ണം ഇതാ വർദ്ധിക്കാൻ പോവുകയാണ്. Hallelujah. ഹല്ലേലൂയ. You might have used only fishing lines so far. നിങ്ങൾ ഇത്രയും നാൾ ചൂണ്ടയിട്ടായിരിക്കാം മീനെ പിടിച്ചത്. The Lord is giving you a Chinese net. നിങ്ങൾക്ക് ഇതാ ഒരു ചീനവല കർത്താവ് നൽകുകയാണ്. You will have a great catch. നിങ്ങൾക്ക് വലിയൊരു മീൻപിടുത്തം ഉണ്ടാകാൻ പോകുന്നു. Hallelujah. Let me tell you one thing, the greatest profession on earth is the profession given by Jesus. ഇന്ന് ലോകത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും നല്ല ഏറ്റവും മഹത്തായ തൊഴിൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് യേശു നൽകുന്ന തൊഴിലാണ്. Hallelujah. Hallelujah. Touch somebody and say, you are a fisher of men. അടുത്തിരിക്കുന്ന ആളെ തൊട്ടിട്ട് പറഞ്ഞ്, നീ ഒരു മീനെ പിടിക്കുന്നവനല്ല, മനുഷ്യനെ പിടിക്കുന്നവനാണ്. Hallelujah. നീ മനുഷ്യനെ പിടിക്കുന്നവനാണ്. Hallelujah. Hallelujah. When you catch this fish for Jesus, there will be an investment for the kingdom of heaven. നിങ്ങൾ ഈ ഒരു മത്സ്യത്തെ നിങ്ങൾ യേശുവിനെ നേടുമ്പോൾ അവർ ദൈവരാജ്യത്തിനുള്ള ഒരു സ്വത്തായി മാറുകയാണ്. Hallelujah. Hallelujah. Once you become a follower of Jesus, you will make so many others follower of Jesus. നിങ്ങൾ ഒരിക്കൽ യേശുവിനെ അനുഗമിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ പുറകെ ഒത്തിരി പേരെ യേശുവിനെ അനുഗമിക്കാൻ നീ കൂടെ കൂട്ടുന്നു. Hallelujah. 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 And once you follow Jesus, നിങ്ങൾ ഒരിക്കൽ യേശുവിനെ അനുഗമിച്ചാൽ the whole responsibility of your life and future will be lying with Jesus, because he is the leader. നിന്റെ മുഴുവൻ ജീവിതത്തിന്റെയും എല്ലാ കാര്യങ്ങളും ആശ്രയിച്ചിരിക്കുന്നത് യേശുവിലായിരിക്കും. കാരണം യേശുവാണ് നേതാവ്. When you start following Jesus, നിങ്ങൾ യേശുവിനെ അനുഗമിക്കുമ്പോൾ Jesus takes the responsibility of your whole future. നിന്റെ മുഴുവൻ ഭാവിയുടെയും സകല ഉത്തരവാദിത്വവും യേശു ഏറ്റെടുക്കുന്നു. I give you guarantee. ഞാൻ നിങ്ങൾക്ക് ഒരു ഗ്യാരണ്ടി നൽകുന്നു. If you are following Jesus, നിങ്ങൾ യേശുവിനെ അനുഗമിക്കുന്നെങ്കിൽ your future is secure. നിന്റെ ഭാവി സുരക്ഷിതമാണ്. Hallelujah. Hallelujah. He will take away all your lack and you will lack nothing in life. നിന്റെ എല്ലാ ജീവിതത്തിലെ കുറവുകളും അവൻ എടുത്തു മാറ്റും. നിന്റെ ജീവിതത്തിൽ നീ ഒരിക്കലും ഒരു കുറവ് അനുഭവിക്കുകയില്ല. If you are sincerely following Jesus, നിങ്ങൾ യേശുവിനെ ആത്മാർത്ഥമായി he അനുഗമിക്കുന്നെങ്കിൽ will fill your life. നിന്റെ ജീവിതത്തെ അവൻ നിറക്കും. He will decorate your life നിന്റെ ജീവിതത്തെ അവൻ അലങ്കരിക്കാൻ തുടങ്ങും. with goodness, ദൈവിക നന്മകളാൽ, with blessings, ദൈവിക അനുഗ്രഹങ്ങളാൽ, with gifts of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളാൽ He will start adorn your life. നിന്റെ ജീവിതത്തെ മുഴുവൻ അവൻ അണിയിച്ചൊരുക്കും. And Jesus says, യേശു പറയുന്നു, follow me. എന്നെ അനുഗമിക്കുക. I look after everything. ഞാൻ നിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളാം. Your children, I will take care of them. മക്കളെ, നിന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. Your husband, I will take care of them. നീ അതിനെക്കുറിച്ച് വിഷമിക്കണം, ഞാൻ അതിന്റെ കാര്യം നോക്കിക്കൊള്ളാം. So many people are scared to follow Jesus. പലരും യേശുവിനെ അനുഗമിക്കാൻ പേടിച്ച് നിൽക്കുകയാണ്. If people are afraid, ആൾക്കാർ പേടിക്കുകയാണ്. but Jesus says, യേശു പറയുന്നു, if you follow me, നിങ്ങൾ എന്നെ അനുഗമിക്കുന്നെങ്കിൽ I will take care of everything. നിന്റെ എല്ലാ ആവശ്യങ്ങളെയും ഞാൻ നോക്കിക്കൊള്ളാം. How do you know that, brother? ബ്രദറിന് ഇത് എങ്ങനെ അറിയാം? The last 26 years, കഴിഞ്ഞ 26 വർഷമായി my father is no more. എന്റെ പിതാവ് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. I'm coming from a very, very poor family. ഞാൻ വളരെ ദാരിദ്ര്യം പിടിച്ച ഒരു കുടുംബത്തിൽ നിന്നാണ് വളർന്നു വന്നത്. But the Lord was good to me, true to me. പക്ഷേ എന്റെ കർത്താവ് എനിക്ക് ഏറ്റവും വിശ്വസ്തനായിരുന്നു, ഏറ്റവും നല്ലവനായിരുന്നു. I have never gone down. ഞാൻ ഒരിക്കലും താഴേക്ക് പോയിട്ടില്ല. He lifted me from this level to 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 this level. അവൻ എന്നെ ഉയർത്തി ഈ ഉയർച്ച അടുത്ത ഉയരത്തിലേക്ക് ഉയർത്തി ഇവിടെ വരെ എത്തിച്ചു നിർത്തിയിരിക്കുന്നു. Hallelujah. Hallelujah. Jesus says, യേശു പറയുന്നു, I'll do the same thing and better for you. അതിലും ശ്രേഷ്ഠമായ കാര്യങ്ങളും അതുപോലുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുകയാണ്. Jesus said, യേശു പറഞ്ഞു, Matthew chapter 6, മത്തായി സുവിശേഷം verse number 33. 33 വചനം. Seek first the kingdom of God and his righteousness, and all these things shall be added to your life. മുൻപേ അവന്റെ രാജ്യവും നീതിയും നീ അന്വേഷിക്കുക, അതോടുകൂടി ഇതൊക്കെ നിനക്ക് ലഭിക്കും. If you follow Jesus, നിങ്ങൾ യേശുവിനെ അനുഗമിക്കുന്നെങ്കിൽ everything that you need in this life will be supplied. നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ നിനക്ക് ആവശ്യമുണ്ടോ അതൊക്കെ യേശു നിനക്ക് നൽകിക്കൊണ്ടേയിരിക്കും.
Hallelujah. Hallelujah. But still people complain. പലരും പരാതി പറയുന്നു, I am coming to meetings but nothing is happening. ബ്രദറെ, ഞങ്ങൾ ഒത്തിരി മീറ്റിംഗ് വരുന്നു, ഒന്നും എനിക്ക് നടക്കുന്നില്ലല്ലോ. Are you following Jesus? നിങ്ങൾ യേശുവിനെയാണ് I'm not അനുഗമിക്കുന്നത്. asking whether you are coming to the meeting or not. നിങ്ങൾ ഈ മീറ്റിംഗിന് വരുന്നുണ്ടോ പോകുന്നുണ്ടോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്. Are you sincerely following നിങ്ങൾ Jesus? ആത്മാർത്ഥതയോടെ യേശുവിനെ അനുഗമിക്കുന്നുണ്ടോ? If you are sincerely following നിങ്ങൾ Jesus, യേശുവിനെ ആത്മാർത്ഥതയോടെ അനുഗമിക്കുന്നെങ്കിൽ everything that you need in this life will be added to you. നിന്റെ ജീവിതത്തിൽ നിനക്ക് എന്തൊക്കെ വേണമോ അതൊക്കെ നിന്റെ ജീവിതത്തിലേക്ക് യേശു കൂട്ടിച്ചേർത്ത് തരും. God is a God of addition and not subtraction. യേശു നിന്റെ ജീവിതത്തോട് കൂട്ടിച്ചേർക്കുന്നവനാണ്, കുറക്കുന്നവനല്ല. Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. He will add whatever you need to your life. നിന്റെ ജീവിതത്തിലേക്ക് എന്തൊക്കെ വേണമോ അവൻ കൂട്ടിച്ചേർക്കും, കൂട്ടിച്ചേർത്ത് തരും, കൂട്ടിച്ചേർത്ത് തരും. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Now I really encourage you to follow Jesus with all your heart. ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യേശുവിനെ അനുഗമിക്കുക. Never be afraid of society. നിങ്ങൾ സമൂഹത്തെ പേടിക്കണ്ട. Never be afraid of your relatives. നിങ്ങളുടെ ബന്ധുക്കളെ നിങ്ങൾ പേടിക്കണ്ട. Never be afraid of your friends. നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങൾ പേടിക്കണ്ട. Never be afraid of what will happen in your future. നിന്റെ ഭാവിയിൽ നിനക്ക് എന്ത് സംഭവിക്കുമെന്നോർത്ത് നീ ഭാരപ്പെടണ്ട. Jesus is the author of life. യേശുവാണ് നിന്റെ ജീവിതത്തിന്റെ ആരംഭകൻ. He is the giver of life. അവനാണ് ജീവൻ നിനക്ക് നൽകിയത്. He is the creator. അതാണ് സൃഷ്ടിച്ചവൻ. And he is the redeemer. അവൻ നിന്നെ വീണ്ടെടുക്കുന്നവനാണ്. He is your friend. അവൻ നിന്റെ സുഹൃത്താണ്. He is your savior. നിന്റെ രക്ഷകനാണ് അവൻ. He is your Lord. നിന്റെ കർത്താവാണ് അവൻ. He is your God. നിന്റെ ദൈവമാണ് അവൻ. He is everything for you. നിനക്ക് എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം യേശുവാണ്. The Bible says വചനം പറയുന്നു, Jesus is able to save you. കർത്താവ് നിന്നെ രക്ഷിക്കുവാൻ ശക്തനാണ്. Hallelujah. Hallelujah. God is not an invalid God. Invalid. He is not. ദൈവം കഴിവില്ലാത്തൊരു കർത്താവല്ല. Hallelujah. Hallelujah. He is able. അവൻ ശക്തനായ സർവശക്തനായ ദൈവമത്രേ. He is able to save you completely and perfectly. അവൻ നിന്നെ പൂർണ്ണമായും രക്ഷിക്കുവാൻ ശക്തനായ ദൈവമത്രേ. Hallelujah. Hallelujah. ഈ സഹോദരിയുടെ പേര് സുധാകുമാരി. Okay. 12 വർഷമായി രക്തസ്രാവം കൊണ്ട് വേദന എടുക്കുന്നു. പല ഡോക്ടേഴ്സിനെയും കണ്ടു, പലവിധ മരുന്നുകളും കഴിച്ചു. അതിന്റെ ഇടയ്ക്ക് ചെറിയ ഒരു ഓപ്പറേഷൻ ചെയ്തു. യൂട്രസിൽ മുഴയുണ്ടായിരുന്നു. അതെല്ലാം ചെയ്ത ശേഷം ബ്ലീഡിംഗ് നിന്നില്ല. എന്നാൽ ഒരു ദിവസം ജൂൺ 17-ാം തീയതി ബ്ലെസ്സിംഗ് ടുഡേ കണ്ടോണ്ടിരിക്കുമ്പോൾ ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഈ സഹോദരിക്ക് ജൂണില് ഈ സഹോദരിക്ക് വേണ്ടിയല്ല, വേറൊരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ സഹോദരി ആ വിശ്വാസത്തെ ഏറ്റെടുത്ത ആ സമയം തന്നെ ബ്ലീഡിംഗ് നിന്നു. അത് മാത്രമല്ല, ഇവരുടെ മകന്റെ കഴുത്തിൽ ഒരു മുഴയുണ്ടായിരുന്നു. ഡോക്ടേഴ്സ് പറഞ്ഞു അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന്. എന്നാൽ വിശ്വാസത്താൽ ബ്ലെസ്സിംഗ് ടുഡേ കണ്ടു, ആ മുഴ അപ്രത്യക്ഷമായി. അമ്മയ്ക്കും മകനും വിടുതൽ. കൈയുള്ളവരൊക്കെ നീട്ടി ഈ സഹോദരി ഒന്ന് അനുഗ്രഹിച്ച്. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ഈ സഹോദരിയുടെ വിശ്വാസത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സാക്ഷ്യം കാണുമ്പോൾ തന്നെ അനേകർ സൗഖ്യമാകട്ടെ. ബ്ലീഡിംഗ് യേശുവിൻ്റെ നാമത്തിൽ നിൽക്കട്ടെ. അനാവശ്യമായ എല്ലാ ബ്ലീഡിങ്ങും നിൽക്കട്ടെ. അത് കൂടാതെ കർത്താവ്, ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു, ഈ സഹോദരിയുടെ മകനെ സൗഖ്യമാക്കിയതുപോലെ കർത്താവെ അനേകരുടെ ട്യൂമറുകളും മുഴകളും ഓപ്പറേഷൻ കൂടാതെ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഇന്നത്തെ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ബേബി ആൻഡ് ജിനിയോടുള്ള പ്രത്യേകിച്ചുള്ള നന്ദി എല്ലാ ബ്ലെസ്സിംഗ് ടുഡേ പ്രേക്ഷകരുടെയും പേരിൽ അറിയിക്കുന്നു. ആൻഡ് ഓൾസോ ഗോഡ് ബ്ലെസ് യുവർ മാരിറ്റൽ ലൈഫ് ആൻഡ് ഫാമിലി ആൻഡ് ചിൽഡ്രൻ. കർത്താവ് ഒത്തിരി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനുവരി 17 നമ്മുടെ ആനിവേഴ്സറി എപ്പിസോഡ് നടക്കുകയാണ്. മറക്കാതെ നാളത്തെ പ്രോഗ്രാം കാണുക. ഈ വെള്ളിയാഴ്ച കോഴഞ്ചേരിയിലും ശനിയാഴ്ച തിരുവനന്തപുരത്തും നമ്മുടെ മീറ്റിംഗ് ഉണ്ടായിരിക്കും. മറക്കാതെ വന്ന് ഈ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകളിൽ സംബന്ധിക്കുക. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ കർത്താവെ ഇത് മുടങ്ങാതെ ടെലികാസ്റ്റ് ചെയ്യുവാൻ നീ ഞങ്ങളെ സഹായിച്ചല്ലോ. അതിലൂടെ അനേകരെ അനുഗ്രഹിച്ചു, അനേകരെ തൊട്ടു.
അതിനായെല്ലാം നന്ദി പറയുന്നു. ഇന്നും കർത്താവ് അങ്ങയുടെ കൈ നീട്ടി അനേക രോഗികളെ തൊട്ടങ്ങ് സൗഖ്യമാക്കണമേ. ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ അങ്ങ് സൗഖ്യമാക്കണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങളെ അങ്ങ് തൊട്ട് സൗഖ്യമാക്കണമേ. ഇല്ലാത്ത അവയവങ്ങളെ യേശുവെ അങ്ങ് സൃഷ്ടിച്ചു കൊടുക്കണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മൂക്കിൻ്റെ അസ്ഥി വളഞ്ഞിരിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് തൊടുന്നു, സൗഖ്യമാക്കുന്നു. മൂക്കിൻ്റെ അകത്ത് ദശ വളർന്നിരിക്കുന്ന വ്യക്തികളെയും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അവർക്കിപ്പോൾ ഒരു വലിയ സൗഖ്യം ഉണ്ടാകട്ടെ. താങ്ക് യു ഫാദർ. പ്രത്യേക രീതിയിലുള്ള വ്രണങ്ങൾ, ശരീരത്തിൻ്റെ പല സ്ഥലങ്ങളിലുള്ള വ്രണങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വല്ലാത്ത കോൺസ്റ്റിപ്പേഷൻ, ശരിയായ രീതിയിൽ വയറൊഴിയാതെ ഭയങ്കരമായ പ്രശ്നം അനുഭവിക്കുന്ന വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. വിവാഹം കഴിഞ്ഞിട്ട് ഒത്തിരി വർഷങ്ങളായി കുട്ടികളില്ലാത്ത പല ദമ്പതികളും, ഭാര്യാഭർത്താക്കന്മാർ അങ്ങനെയുള്ളവർ അടുത്തുണ്ടെങ്കിൽ കൈകൾ കോർത്ത് പിടിക്കുക. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്ന അത്ഭുതകരമായി അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. ലഹരി മരുന്നിന് അടിമകളായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാരെയാണ് കർത്താവിനെ കാണിക്കുന്നത്. വളരെ കണ്ണുനീരോടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. മദ്യപാനമാകാം, പുകവലിയാകാം, അതുപോലെ ഡ്രഗ്സ് എടുക്കുന്നതാകാം. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള മക്കൾ ശരിയായ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു, അഡിക്ഷൻസ് യേശുവിൻ്റെ നാമത്തിൽ അവരെ വിട്ട് പോകട്ടെ. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ചില മക്കൾ മടങ്ങി വരുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പലരുമുണ്ട്. കർത്താവെ അത്ഭുതകരമായി അവർ നിരപ്പ് പ്രാപിച്ച് ഭവനങ്ങളിലേക്ക് മടങ്ങി വരട്ടെ. കർത്താവ് അങ്ങനെ അത്ഭുതം ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. ചില വ്യക്തികളുണ്ട്, വചനം വായിച്ചിട്ടൊന്നും ഗ്രഹിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ അങ്ങനെയാണ് പ്രാർത്ഥിക്കുക, കർത്താവ് വചനം ഒന്ന് മനസ്സിലാക്കാൻ എന്നെ സഹായിക്കണമേ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോയ ദൈവമേ, ഇന്ന് മുതൽ ഫാദർ റിലീസ് യുവർ വിസ്ഡം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓൺ ദം, ദ സ്പിരിറ്റ് ഓഫ് വിസ്ഡം ഫാദർ. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ ആ ആത്മാവിൽ ജ്ഞാനം ലഭിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ വചനം ഗ്രഹിക്കാൻ കർത്താവെ അങ്ങ് സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ മാരക രോഗങ്ങളിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാവിധ വാദരോഗങ്ങളും സൗഖ്യമാകട്ടെ. ആർത്രൈറ്റിസ് സൗഖ്യമാകട്ടെ. പൈൽസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹെർണിയ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. അനാവശ്യമായി അസ്ഥികൾ വളരുന്ന ചില വ്യക്തികൾ, അസ്ഥികൾ വളരുന്നു, അതുമൂലം ഭയങ്കരമായ വേദന അനുഭവിക്കുന്നവർ, യേശുവിൻ നാമത്തിൽ ആ വളർച്ച നിൽക്കട്ടെ. മാത്രമല്ല അനാവശ്യ വളർച്ചകൾ മാറിപ്പോകട്ടെ. ട്യൂമറുകൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വലിയ വിടുതലുകൾ നടക്കട്ടെ. താങ്ക് യു ലോർഡ്. ശരീരം വല്ലാതെ വണ്ണം വയ്ക്കുന്ന ചില വ്യക്തികൾ, തൈറോയിഡ് പോലുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വിവിധ കാരണങ്ങൾ ശരീരം ചീർക്കുന്നവർ കർത്താവ് അവരുടെ ശരീരം നോർമൽ സിറ്റുവേഷനിലേക്ക് വന്ന് ചേരട്ടെ. താങ്ക് യു ഫാദർ. അംഗവൈകല്യമുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതലുകൾ അവരുടെ ശരീരത്തിലും മനസ്സിലും അയക്കണമേ എന്ന് ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കാഴ്ചയില്ലാത്തവർ കാഴ്ച കൊടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ കണ്ണുകൾ തുറക്കട്ടെ, സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കാതുകൾ തുറന്നു വരട്ടെ. സംസാരശേഷിയില്ലാത്തവർ യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കാൻ തുടങ്ങട്ടെ. ചില കുട്ടികൾ, സംസാരശേഷിയില്ലാത്ത ചില കുട്ടികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ഒട്ടും തന്നെ സംസാരിക്കാത്ത ചില കുട്ടികൾ ഇന്നു മുതൽ സംസാരിച്ചു തുടങ്ങിയാണ്. മാതാപിതാക്കൾ അവരുടെ മേൽ കൈവച്ച് വിശ്വാസത്താൽ അത് സ്വീകരിക്കുക. താങ്ക് യു ലോർഡ്. അതുപോലെ ഹാർട്ട്, എൻലാർജ്ഡ് ഹാർട്ട് വലുതായിക്കൊണ്ടിരിക്കുന്നു. ചില കുട്ടികളുടെ ഹാർട്ടിൻ്റെ വാൽവിന് കുഴപ്പമുള്ളവർ ഓപ്പറേഷൻ പറഞ്ഞിരിക്കുക. അങ്ങനെയുള്ള കുട്ടികളുടെ മേലെല്ലാം കൈവച്ച് മാതാപിതാക്കൾ സൗഖ്യത്തെ സ്വീകരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം നടക്കട്ടെ. താങ്ക് യു ലോർഡ്. ഡോക്ടേഴ്സിന് കണ്ടുപിടിക്കാൻ കഴിയാത്ത ചില രോഗങ്ങൾ, അൺഡയഗ്നോസ്ഡ് ഡിസീസസ്, യേശു കർത്താവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. ഒരു ചികിത്സയുമില്ലാത്ത രോഗങ്ങൾക്ക് യേശുവേ നിൻ്റെ കരം വെച്ച് ഇപ്പോൾ സൗഖ്യമാക്കണമേ എന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ വലിയ വിടുതലുകൾ നടക്കട്ടെ. വ്യത്യാസങ്ങൾ എല്ലാ ഇടങ്ങളിലും ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ കരം നീട്ടി സമാധാനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ കർത്താവെ ഐക്യത നൽകുമാറാകണമേ. ഒരുമിച്ച് കർത്താവെ ജീവിക്കാത്ത ഭാര്യ ഭർത്താക്കന്മാർ സെപ്പറേറ്ററായിട്ടുള്ള ഒരുമിച്ച് വരട്ടെ. എല്ലാ നിലകളിലും വിടുതലുകൾ അങ്ങ് അയക്കുന്നതിനായി നന്ദി പറയുന്നു, അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.
ഇതുവരെ ഈ പ്രോഗ്രാം കണ്ടതിന് തുടർന്നും ഉള്ള പ്രോഗ്രാമുകൾ കണ്ടിട്ടേ ചാനൽ മാറ്റാവൂ, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യാവൂ. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, നാളെ നമ്മുടെ ആനിവേഴ്സറി എപ്പിസോഡ് 260ാമത്തെ എപ്പിസോഡ് നമ്മുടെ ആനിവേഴ്സറി എപ്പിസോഡായി നടക്കുകയാണ്. ജനുവരി 17, നാളെ 1 വർഷം തികയാണ്. നാളത്തെ പ്രോഗ്രാം കാണാൻ മറക്കരുത്. ഗോഡ് ബ്ലെസ് യു. സീ യു ടുമോറോ. ബൈബിൾ ന്യൂവിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: പാറിപ്പോകുന്ന ചുരുൾ ദർശനം കണ്ടതാരാണ്? ഞാൻ ആവർത്തിക്കാം. പാറിപ്പോകുന്ന ഒരു ചുരുൾ ദർശനം കണ്ടതാരാണ്? ഓപ്ഷൻസ്: എ സെഖര്യാവ്, ബി ഇരമ്യാവ്, സി യെശയ്യാവ്, ഡി സെഫന്യാവ്. ഞാൻ ആവർത്തിക്കാം. പാറിപ്പോകുന്ന ഒരു ചുരുൾ ദർശനം കണ്ടതാരാണ്? ഓപ്ഷൻസ്: എ സെഖര്യാവ്, ബി ഇരമ്യാവ്, സി യെശയ്യാവ്, ഡി സെഫന്യാവ്. ഈ ചോദ്യത്തിന് ഉത്തരം അറിയാവുന്നവർ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. നിങ്ങളുടെ ഉത്തരങ്ങൾ 99589959 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരി ഉത്തരം അയക്കുന്ന 5 പേർക്ക് ഞങ്ങൾ OM ബുക്സ് നൽകുന്ന നല്ല നല്ല സമ്മാനങ്ങൾ നൽകുന്നതാണ്. നാളത്തെ എപ്പിസോഡ് കാണാൻ മറക്കരുത്. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222111 0484 4222111. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.